ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇനി അവനേക്ക് നമ്മുടെ ഉമ്മൽക്കോയിൽ സൂയിലാണ്. നമുക്ക് എന്തിനെല്ലാം കാണാൻ കഴിയും, എന്തിനെല്ലാം കാണാൻ സാധിക്കും. നമ്മുടെ ആദ്യത്തെ ഘട്ടമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതാണ് ടിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരെ ടിക്കറ്റ് എടുത്തു, അകത്തേക്ക് എൻട്രി ചെയ്തു. ആദ്യമേ നമുക്ക് കാണാൻ സാധിച്ച കരടിക്കുട്ടനെ കണ്ടു. പിന്നെ നമുക്ക് ഈ ഒരു സെക്ഷൻ ഫുള്ള് കരടിക്കുട്ടന്മാരാണ്. അങ്ങനെ നമ്മൾ കരടിക്കുട്ടന്മാരെ കണ്ടു. ഇതിന് നമുക്ക് വെളിയിൽ നിന്ന് ഫുഡ് മേടിക്കാൻ കിട്ടും, പക്ഷേ അതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം. ഇത് നമ്മുടെ നാട്ടിലൊക്കെ വരയ്ക്കാൻ പിന്നെ വിഷമമുണ്ടല്ലോ എന്ന് വെച്ചാൽ അവൻ്റെയും കൂടെ എടുത്തു. പിന്നെ ആപ്പിള് നമുക്ക് വെളിയിൽ നിന്ന് മേടിക്കാണ്ട്, പക്ഷേ അതിന് ഞാൻ പറയണ്ട, ആദ്യത്തെ ഫുഡ് എക്സ്ട്രാ പൈസ കൊടുക്കണം. ഒന്നും കിട്ടാതെ കാത്തിരിക്കുന്ന നമ്മുടെ സിംഹക്കുട്ടനും ഉണ്ട്. പിന്നെ നമ്മുടെ അരയന്നക്കുട്ടന്മാർ, അരയന്നമാണോ ഇത്? അരയന്നമല്ല, വേറെന്തോ എനിക്കറിയത്തില്ല, എനിക്കറിയെങ്കിൽ കമൻറ്റ്. അങ്ങനെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കുരങ്ങന്മാരാണ്. നമ്മൾ ഈ കുരങ്ങനെ ഞാൻ കണ്ടത് ആദ്യമായിട്ടും ഇപ്പോൾ അവസാനമായിട്ടും കണ്ടത് നമ്മുടെ ശബരിമലയിൽ വെച്ചിട്ടാണ്. ഇപ്പം അവസാനമായിട്ട് ഞാൻ ഇവിടെ വെച്ച്. പിന്നെ നമ്മുടെ ആരെങ്കിലും എനിക്ക് ഇച്ചിരി ഫുഡ് തായോ എന്നും പറഞ്ഞ് വായും തുറന്നിരിക്കുന്ന നമ്മുടെ മുതലക്കുട്ടന്മാരെയും കണ്ടു. പിന്നെ ഇതിനെ എനിക്ക് ആദ്യമേ കണ്ടപ്പോൾ കിനിപ്പന്നിയെ പോലെ തോന്നി. പക്ഷേ എനിക്ക് എന്തോ സംഭവം ഇപ്പോഴും അറിയത്തില്ല. പിന്നെ നമ്മുടെ വള്ളിപ്പുലിയല്ലല്ലോ, പുള്ളിപ്പുലിക്കുട്ടൻ എന്തായാലും കൊള്ളാം. പിന്നെ നമ്മുടെ പുലിമുരുകൻ്റെ അകത്ത വരയംപുലിയെ കണ്ടു. എന്തായാലും സംഭവം അടിപൊളി തന്നെ. വരയംപുലിയും പിന്നെ എന്തോ ഇല്ല, വെള്ള ഇത് വന്നിട്ട് ബ്ലാക്ക് പുള്ളിയുള്ള അതും വരയംപുലി തന്നെ ആയിരിക്കും. ഇത് തന്നെ സംഭവം വരയംപുലി തന്നെ. ഈ ഗ്രില്ലില്ലായിരുന്നെങ്കിൽ നമ്മളെ ഗ്രില്ലാക്കിയാണ്. എന്താണെങ്കിലും അടുത്ത നമ്മുടെ വരയംപുലി കിടന്ന് ഉറങ്ങുന്ന ഒരു സംഭവമാണ്. നമുക്ക് ഈ വെളിയിൽ നിന്ന് ഫുഡ് മേടിച്ചിട്ട് ഇവർക്ക് ഫുഡ് കൊടുക്കും. നമ്മൾ ചിക്കൻ മാംസമൊക്കെ നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അത് നമുക്ക് ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഭയങ്കരമായിട്ട് വൾഗറാവും. അങ്ങനെ ഒരു പുള്ളിക്കാരനാണെങ്കിൽ അങ്ങനെ കൊടുത്തൊരു സിംഹത്തിന്, അങ്ങനെയാണ് ഈ സിംഹം അവിടെ കിടന്ന് ഭയങ്കര അലർച്ചയും ബഹളമൊക്കെ ആയിരുന്നു. ഇത് കണ്ട് ഒരു പീസിട്ട് കൊടുത്തു. ആ സിംഹം കഴിച്ചിട്ട് അടുത്ത നമ്മുടെ പെൺസിംഹത്തിന് കിട്ടാൻ വേണ്ടി ഭയങ്കര കിടന്ന് ബഹളമായിരുന്നു അവിടെ. കാര്യം എന്ന് പറഞ്ഞാൽ അതിന് മാംസത്തിൻ്റെ രുചി ഒരാളിട്ട് കൊടുത്ത് ഇനിയും കിട്ടുമെന്നുള്ള ധാരണ. അപ്പോൾ ഈ ആൺസിംഹം ഇതെന്തോടെ ഇവള് കാണിക്കുന്നത്? അപ്പോഴത്തേനും എന്തോ രണ്ടുപേരും കൂടെ പിന്നെ ആൾക്കാർ ഫുഡ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മാംസം ഇട്ട് കൊടുക്കുമ്പോൾ ഇത് നമ്മുടെ നരിക്കുട്ടന്മാർ ഒരു കൊച്ചെറുക്കൻ നരിക്ക് പുല്ല് കൊടുത്ത് പുച്ഛത്തോടെ അത് തിരിഞ്ഞു പോയി. ഇത് നമ്മുടെ ചെന്നായക്കുട്ടന്മാരെയും കണ്ടു. നമ്മുടെ വരയംപുലി, ഇത് വരയംപുലിയോടെ വെള്ള സിംഹവും. എന്തായാലും രണ്ടുപേരെയും അടിപൊളിയായിട്ട് ഒരുമിച്ച് തന്നെ കാണാൻ സാധിക്കും.